കർണാടകയിൽ ബിജെപി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയിരുന്ന 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന കർണാടകയിൽ ബിജെപി കോൺഗ്രസിനെ തറപറ്റിച്ച് കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ നിന്ന കോൺഗ്രസിനെ തറപറ്റിച്ച് ബിജെപി അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച ഏതാണ്ട് കർണാടകയിലെ 6 മേഖലകളിലും നേരത്തെ കോൺഗ്രസ് ആധിപത്യം പുലർത്തിയിരുന്ന 6 മേഖലകളിലും വ്യക്തമായ മേധാവിത്വം നേടിക്കൊണ്ട് മൈസൂരിൽ മാത്രമാണ് അല്പമെങ്കിലും അവർ ജനാധിപത്യ എസിന് ഒന്ന് വിട്ടുകൊടുത്തത്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലകളിലടക്കം ബിജെപിയുടെ മുന്നേറ്റമാണ് കണ്ടത്. ബിജെപി വക്താവ് ശ്രീ JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരൻ, ഒപ്പം KVS ഹരിദാസ്, വർഗീസ് ജോർജ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ളയും ചേരുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, വിജയം എന്തായാലും വലിയ വിജയമാണ്, അതും വലിയ പ്രതീക്ഷ. ഇത്രത്തോളം വിജയം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത്, ഒരുപാട് നെഗറ്റീവ് ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മോദി പ്രഭാവം ഉണ്ട് ഇന്ത്യയിൽ എന്ന് തെളിയിക്കുന്ന ഒരു വിജയം. താങ്കളുടെ വിലയിരുത്തലിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ബിജെപിയെ ഇത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് എത്തിച്ചത്? ഈ ബിജെപിക്കെതിരായി നടത്തിയ കള്ളപ്രചരണങ്ങൾക്ക് താങ്കളിലേക്ക് ഒരു നിമിഷം നേതാവ് നിർമ്മല സീതാരാമൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. Clear arguments that development alone can lift all sections of the society, and we from the Bharatiya Janata Party are grateful and thankful to the people of Karnataka, the voters of Karnataka, who stood firmly by the line of development, which is what the Prime Minister has been always talking about. So the divisive, the toxic and the very, very negative politics of the Congress party has been completely rejected, and for which we owe a very big thank you to the people of Karnataka. Thank you. एक लाइन मैं और कहूंगा, ये भाजपा की विजय सर्वव्यापी और सर्वस्पर्शी है. कर्नाटका के हर क्षेत्र के लोगों ने, हर समुदाय के लोगों ने, शहरी, ग्रामीण, नौजवान का मंत्र माना है. ये हमारी विजय. धन्यवाद. ബിജെപി നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. കർണാടകത്തിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർമ്മല സീതാരാമൻ അടക്കം സംസാരിക്കുന്നു. ശ്രീ JR പത്മകുമാർ, തുടരാം. ബിജെപിക്കെതിരായി നടത്തിയ കള്ളപ്രചരണങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്ന്, ബിജെപി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാമീണ മേഖല മുഴുവൻ ബിജെപിയോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നത്. ന്യൂനപക്ഷത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തി. ആ ന്യൂനപക്ഷ മേഖലയിൽ 13ഓളം സീറ്റിലെ 6ഓളം സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു എന്നുള്ളത് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്, ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കള്ളപ്രചരണങ്ങൾ. ഒരു സൈഡിൽ വർഗീയമായ കാർഡ് കളിക്കുക, ഒരു സമുദായത്തെ സ്പ്ലിറ്റ് ഉണ്ടാക്കുക, ആ രീതിയിലുള്ള പ്രചരണം നടത്തുക, കള്ളപ്രചരണം നടത്തുക. മറു സൈഡിൽ ചില സമുദായങ്ങളോട് പറയും, നിങ്ങൾ ഇപ്പോൾ SDP-യോടും വെൽഫെയർ പാർട്ടിയോടും പറഞ്ഞ കാര്യം എന്താ, നിങ്ങൾ ഒരിക്കലും സ്ഥാനാർത്ഥി നിർത്തരുത്, വോട്ട് വിഘടിച്ചു പോകും എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രചരണവും ഒരു സന്ദേശവും കൊടുക്കുക. മറു സൈഡിൽ ലിംഗായത്ത് പോലുള്ള സമുദായത്തെ പിളർത്തുക, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു 100-175ഓളം ക്രിമിനൽസ്, പ്രത്യേകിച്ചും വർഗീയ സ്വഭാവമുള്ള കേസിൽ പ്രതിയായ ആളുകളേക്ക് ഇറക്കി വിടുക. അപ്പോൾ എന്ത് തരംതാണ രീതിയിലുള്ള പ്രചരണവും കോൺഗ്രസ് അവിടെ നടത്തി. പക്ഷേ ജനങ്ങൾ അതിന് തക്കതായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുത്തിട്ടുള്ളത്. വികസന രാഷ്ട്രീയം NDA ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയിട്ടുള്ള കഴിഞ്ഞ 4 വർഷക്കാലമായി നടപ്പിൽ വരുന്ന വികസന രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ളൊരു വോട്ടാണ് ഇപ്പോൾ ബിജെപിക്ക് അനുകൂലമായി വന്നിട്ടുള്ളത്. കള്ളപ്രചരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും കോൺഗ്രസ് എന്ത് പൊളിറ്റിക്സ് കളിച്ചാലും, എന്ത് വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചാലും അവർക്ക് കിട്ടുന്ന വോട്ടും മതേതര വോട്ടും, ബാക്കി ബിജെപിക്ക് നൽകുന്ന വോട്ട് മറ്റ് വർഗീയ വോട്ടുമായി ഒരു ചിത്രീകരിക്കുന്ന രീതിയിൽ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു വീഴുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ, സമന്വയത്തിൻ്റെ ഒരു രാഷ്ട്രീയം, അതിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ് കർണാടകയിൽ ബിജെപിക്ക് അനുകൂലമായിട്ടുണ്ടായ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജനവിധി. ശ്രീ പന്തളം സുധാകരൻ, കൊണ്ടുപിടിച്ച പ്രചരണമാണ് കോൺഗ്രസ് അവിടെ നടത്തിയത്. പ്രത്യേകിച്ചും ഒരുപാട് സാധ്യതകൾ കർണാടകയിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. ഈ സിദ്ധരാമയ്യയുടെ വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം അവർക്ക് നെഗറ്റീവ് എന്ന് പറയാവുന്ന യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരു സംസ്ഥാനം. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ചുവടുറപ്പിക്കുന്നു എന്ന് ഈ ഫലം അനുകൂലമായിരുന്നുവെങ്കിൽ അത്തരം രീതിയിലൊക്കെ വിലയിരുത്തപ്പെട്ടേനെ. അതെല്ലാം പോയി കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു.
അല്ല, ശ്രീ രാഹുൽ ഗാന്ധി ചുവടുറപ്പിക്കുന്നതും ഇതുമായി വലിയ ബന്ധമില്ല. പെട്ടെന്ന് വികാരപരമായി തോന്നാമെങ്കിലും അങ്ങനൊരു ബന്ധമില്ല. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടക്കുന്നത് വരെ യഥാർത്ഥത്തിൽ കർണാടകയുടെ തെരഞ്ഞെടുപ്പ് പ്രതലത്തിൽ കോൺഗ്രസിനെതിരായ ഒരു വികാരമുള്ളതായി ഫീൽ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഡെവലപ്മെൻറ്റുള്ള വോട്ടാണ് എന്ന്. ആ ഡെവലപ്മെൻറ്റ് വോട്ടെന്ന് പറയുമ്പോൾ സിദ്ധരാമയ്യ ഗവൺമെൻറ് 5 വർഷം നൽകിയ ഡെവലപ്മെൻ്റ് ആണല്ലോ ബാംഗ്ലൂരിൽ കർണാടകത്തിൽ ഉണ്ടായത്. നമ്മുടെ ദേശീയ തലത്തിലുള്ള എന്താണെന്ന് നമുക്കറിയാം. ഇന്നും ഞെട്ടലോടുകൂടിയാണ് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ജനങ്ങൾ നോക്കുന്നത്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭരണമാണ് മോഡി ഭരണം എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ഫലം കണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരാൻ പോകുന്ന 2019 നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം ശക്തമായി ഉണ്ടായിരിക്കുകയാണ്. ആ അവസരം വിനിയോഗിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഡെവലപ്മെൻറ്റിന് അതീതമായി യഥാർത്ഥത്തിൽ ചില സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കർണാടകത്തിൽ നടന്നു. പക്ഷേ അത് ജനം വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര പ്രസ്ഥാനം ഒരിക്കലും ജാതീയതയുടെയും വർഗീയതയുടെയും സാമുദായിക പരിഗണനയുടെയും പേരിൽ വോട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ് കോൺഗ്രസ് അനുഭാവികൾക്കുള്ളത്. പക്ഷേ അതിനപ്പുറമായി കർണാടകത്തിലെ നേതാക്കന്മാർ അത്തരം ഒരു ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നെ മാത്രമല്ല, ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യം, എല്ലാ മേഖലകളിലും ദളിത്, പിന്നോക്ക, മുസ്ലിം മേഖലകളിലുമൊക്കെ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടേണ്ടിയിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗൗരവത്തോടുകൂടി അവിടെയുള്ള കർണാടകത്തിലെ സംസ്ഥാന നേതാക്കന്മാർ ഗൗരവമായി കാണണം. എന്തായാലും ഇക്കാര്യം നിസ്സാരമായി കാണുന്നത് ശരിയല്ല. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞു പോകും എന്നുള്ള ഒരു പ്രചരണം തെറ്റാണ്. പക്ഷെ ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ പന്തളം സുധാകരൻ, 2 ചോദ്യങ്ങൾ എൻ്റെ വക. പ്രദീപാണിത്. ഒന്ന്, പ്രചാരണത്തിൽ നിങ്ങൾ മുന്നിൽ നിർത്തിയ രാഹുൽ ഗാന്ധിയാണ്. പതിവില്ലാതെ അദ്ദേഹം മോദിയോട് ഏറ്റുമുട്ടി വാക്പോരിൽ മോദിക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി വന്ന ശേഷം രാഹുൽ ഗാന്ധി ഒളിപ്പിക്കാനൊരു ശ്രമമാണ് അങ്ങിപ്പോൾ നടത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. 1. 2, ഇപ്പോഴെല്ലാ പഴിയും സംസ്ഥാന നേതൃത്വത്തിൽ ചാരി രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാനുള്ള ഒരു ഉദ്യമമാണോ നല്ലൊരു വക്താവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇപ്പോൾ നടത്തുന്നത്? 3, BJPയുടെ പട നയിച്ചത് യെദ്യൂരപ്പയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അമിത്ഷായും മോദിയും തന്നെയായിരുന്നു. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായാണ് അവരവിടെ നിന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് പട നയിക്കുകയും ഗുജറാത്തിൽ വിറപ്പിച്ചു, UP യിൽ തോൽപ്പിച്ചു, ഇത് അടുത്ത സ്ഥലത്ത് മോദിയെ തോൽപ്പിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉളവാക്കി പ്രചാരണ കോലാഹലം അഴിച്ചുവിട്ട ശേഷം തോറ്റു കഴിഞ്ഞ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാനുള്ള ശ്രമം വില പോകുമോ? 1. 2, ഇത് രാഹുൽ യുഗത്തിന്റെ അന്ത്യമാണോ കോൺഗ്രസിൽ? ഈ പറയുന്നതൊക്കെ സംസ്ഥാനത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യം, എത്രയൊക്കെ ജനാധിപത്യം പറഞ്ഞാലും എത്ര തെരഞ്ഞെടുപ്പ് നടത്തിയാലും കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നാണെന്നും നമുക്കെല്ലാം അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ കർണാടകയിൽ നടത്തിയ ഈ പരീക്ഷണങ്ങൾ, ഈ ലിംഗായത്ത് സമുദായത്തെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമം, അതല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞ പോലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ ദളിത് ന്യൂനപക്ഷ മേഖലകളിലുണ്ടായ തിരിച്ചടി, ഇതൊന്നും മുന്നിൽ കാണാനും അതിന് വേണ്ട ഉപദേശം നൽകാനും രാഹുൽ ഗാന്ധി അടങ്ങുന്ന ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ലേ? വേണമെങ്കിൽ പ്രധാനമന്ത്രി ആവാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നിൽ നിന്ന് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിനി എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഈ ചോദിച്ച 3 ചോദ്യങ്ങൾ 2 ചോദ്യങ്ങളോടും ഞാൻ സ്നേഹപൂർവ്വം അതിനെ നിരസിക്കുകയാണ്. ബാക്കി ഒരു കാര്യം ശരിയാണ്. ഇതിനകത്ത് ഒരു കാര്യം, ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ ശക്തിയോടുകൂടി ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ശ്രീ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അപ്പോൾ തീർച്ചയായും ആ ദേശീയ നേതാക്കൾ മുഖാമുഖം നിന്ന് പോരാടി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ സൂചിപ്പിച്ചത് അതിനപ്പുറമായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത്
ആ തെരഞ്ഞെടുപ്പിന് പ്രാദേശികമായ നേതൃത്വം, സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് അങ്ങേയറ്റത്തെ ഒരു അപ്പർ ഹാൻഡ് നൽകി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും എടുത്ത പല നിലപാടുകളും, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എടുത്ത പല നിലപാടുകളും ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നതിന് ആ ഹൈക്കമാൻഡ് അത് ധരിച്ചത് ഒരുപക്ഷെ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ വെളിവാകുന്നത്. കാരണം പല തീരുമാനങ്ങളും ഇപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് അവിടെ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായ നേതൃത്വം നൽകിയത്. ശ്രീ രാഹുൽ ഗാന്ധി ഒരു തരത്തിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം പ്രാദേശികമായി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ അവർ ആ സംസ്ഥാനം പിടിച്ചെടുക്കും എന്നുള്ള ഒരു തൻ്റെ ഇടം അവർക്കുണ്ടായിരുന്നു. അതേ ഒരു മനോഭാവം ഒരുപക്ഷെ സിദ്ധരാമയ്യയും കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസം ആ സംസ്ഥാന നേതൃത്വത്തോടുണ്ടായിരുന്നു. അവരെ ഓൺ ചെയ്യാൻ ഹൈക്കമാൻഡ് തയ്യാറായി. രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് മുന്നിൽ നിന്ന് പോരാടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. ഒരു കാര്യം, അവിടെ പ്രാദേശികതയ്ക്കോ വർഗീയതയ്ക്കോ സാമുദായിക വിഘടനത്തിനോ ഏറ്റവും ഒടുവിലുണ്ടായ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ അതൊരു ഗുണപാഠമായി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് ആ കാര്യത്തിൽ കാണുന്ന നിലപാടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാജയമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടി വരും. ശ്രീ പത്മകുമാർ, ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ പോളിംഗ് കഴിഞ്ഞ അന്ന് തന്നെ പെട്രോൾ വിലയിൽ ഉണ്ടായ ഒരു കൂട്ടൽ 20 ദിവസത്തോളം ഈ പെട്രോൾ വിലയിൽ വർധനവുണ്ടാക്കാതെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷം BJP സർക്കാരിന് പോലും സ്വാധീനമില്ല നേരത്തെ പറഞ്ഞിരുന്നു. എണ്ണ കമ്പനികൾക്കാണ് സ്വാധീനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ചർച്ചകൾ നടത്തിയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ശുഭകരമാവില്ല. പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകും. BJP സർക്കാർ തുടർന്ന് വന്നിരുന്ന എല്ലാ വിഷയങ്ങളും, ജനവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും തുടർന്നു പോകുമെന്ന സൂചനയും ലഭിക്കുന്നു. അല്ല, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നിർബന്ധിച്ച് വോട്ട് ചെയ്യുന്നതല്ലോ. ഒരു പാർട്ടിയുടെ നയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ വയ്ക്കുന്ന നയങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ആ പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ആ പാർട്ടിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ആ പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ഇപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ഈ താങ്കൾ പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിൽ ശരിയുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നു. ജനങ്ങൾ വിഡ്ഢികളല്ലല്ലോ. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല കാര്യങ്ങൾ, ഇപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതി, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, റോഡുകളുടെ നിർമ്മാണം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പോയിന്റിലല്ല, മൊത്തത്തിൽ അവരുടെ അടിസ്ഥാന വികസനത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വാക്കുപാലിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ജനങ്ങളെ നിർബന്ധിച്ച് മുൾമുനയിൽ നിർത്തി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രസക്തി ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം പത്മകുമാറിനോട് ചോദിച്ചോട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പരാജയത്തിലേക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ ആ കഴിഞ്ഞ BJP സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയത് യെദ്യൂരപ്പയ്ക്ക് നേരെയും ഈ ഖനി ലോബിക്ക് നേരെയും റെഡ്ഡി സഹോദരന്മാർക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോൾ കേസൊന്നും നിലവിലില്ല, കേസിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ വീണ്ടും മറ്റൊരു ഗതികേടിലേക്കല്ലേ ഇത് വിരൽ ചൂണ്ടുന്നത്? അതായത് ഈ യെദ്യൂരപ്പ ആരോപണ ശരങ്ങൾ നേരിട്ട യെദ്യൂരപ്പയും റെഡ്ഡി സഹോദരങ്ങൾ, അതിൽ മൂത്തയാളോട് ബെല്ലാരിയിൽ കയറാൻ പാടില്ല എന്ന് കോടതി ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും അവിടെ പോകരുതെന്നുള്ള ഉത്തരവും കൂടി നിലനിൽക്കെ അവരിലേക്ക് ഈ സംസ്ഥാന ഭരണം ഒതുങ്ങുന്നു. അവരുടെ സൗജന്യം കൊണ്ട് മാത്രം കർണാടകയിൽ ഭരണം പിടിക്കാൻ പറ്റുന്ന ഒരു കക്ഷിയായി BJP ചുരുങ്ങിയോ ഒതുങ്ങിയോ? അങ്ങനെയല്ല, അങ്ങനെ വിലയിരുത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവം മാത്രമല്ല, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നുള്ള രീതിയിൽ മാറ്റം വരുത്തും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർണാടകത്തിലെ എൻ്റെ എല്ലാ ഗ്രാമീണ മേഖല, അതുപോലെ പട്ടണങ്ങൾ, എല്ലാ സ്ഥലവും ഒരേപോലെ BJPക്ക് ഒരു മുൻകൈ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മേഖലയിലെ ആളുകളുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല, മുഴുവൻ ജനങ്ങളും BJPക്ക് ഒപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഈ തരത്തിലൊരു വിലയിരുത്തൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, കേസിൽപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. അതിനെ സംബന്ധിച്ചിപ്പോൾ കേസുകളൊന്നും യെദ്യൂരപ്പയെ സംബന്ധിച്ചിടത്തോളം കേസുകളൊന്നും നിലവിലില്ല. അതേസമയം യെദ്യൂരപ്പയ്ക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവരെല്ലാം ജാമ്യം എടുത്തിട്ട് വന്ന് അഴിമതി കേസിൽ ജാമ്യം എടുത്തിട്ട് വന്നിട്ടാണ് BJPക്കെതിരെയും യെദ്യൂരപ്പയ്ക്കെതിരെയും പ്രസംഗിക്കുന്നത്. അതും ജനങ്ങൾ മനസ്സിലാക്കും. ജനതാദൾ നേതാവ് ജോർജ് തോമസ്, JDSന്റെ ദേശീയ നേതാവാണ് അദ്ദേഹവും ചേരുന്നു. ശ്രീ ജോർജ് തോമസ്, കിങ് മേക്കർ ആകുമെന്ന് കരുതിയിരുന്ന ജനതാദൾ എസ്
കുമാരസ്വാമിക്കുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ പോയതൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിൽ പോലും യാതൊരു പങ്കുമില്ലാതെ സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് കഴിഞ്ഞ തവണത്തിന് അത്ര എത്തിയെങ്കിലും അധികാരത്തിൽ യാതൊരു പങ്കുമില്ലാതെ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് JDS മാറുന്നു. തങ്ങളുടെ പരമ്പരാഗത മേഖലയിൽ പ്രത്യേകിച്ച് മൈസൂരിലുമൊക്കെ സീറ്റുകൾ നിലനിർത്തി എന്ന് പറയുമ്പോഴും അധികാരം എത്താത്ത കുമാരസ്വാമിക്ക് ഇനി കർണാടകയിൽ എന്താണ് പ്രസക്തി? അധികാരമില്ലാത്ത കുമാരസ്വാമി എന്നുള്ളതല്ല, അധികാരമില്ലാതെ ജനതാദൾ കർണാടകത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. അത് ഈ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നുമല്ല. അധികാരമില്ലാതെ ഇന്ത്യ രാജ്യത്ത് ജനതാ പരിവാറിൽപ്പെട്ട പാർട്ടികൾ നിന്നിട്ടുണ്ട്, നിരവധി വർഷങ്ങൾ നിന്നു. അതല്ലെങ്കിൽ 77 വരെ കോൺഗ്രസ് അപ്പുറത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷങ്ങൾ നിന്നു. ഇതൊന്നും അധികാരമുള്ളത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് എന്നൊരു ധാരണ ശരിയല്ല. ആശയപരമായ വ്യക്തതയുള്ള, ആശയപരമായ അടിത്തറയുള്ള, വീക്ഷണവും ദർശനവുമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ജനതാദളിന് സാധിച്ച ഒരു കാര്യമുണ്ട്. ആ മതേതര വോട്ടുകൾ അതിന് നേതൃത്വം കൊടുക്കാൻ ജനതാദളിന് മാത്രമേ കഴിയൂ എന്ന് വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് കാണിച്ചു. ഞങ്ങൾക്കെതിരെ എന്തെല്ലാം കൊണ്ടുവന്നു? കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ അബദ്ധം ജനതാദൾ BJPയുടെ B ടീമാണെന്ന് പറഞ്ഞതാണ്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പന്തള സുധാകരൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് എനിക്ക് സന്തോഷം തോന്നി. ഇതൊക്കെ പുനഃപരിശോധിക്കുമോ? പക്ഷെ അവർക്ക് പുനഃപരിശോധിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ് കോൺഗ്രസിന്റെ അപകടം നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ കർണാടകത്തിലെ ജനത്തെ ഇത്രയേറെ ചൊടിപ്പിച്ചത്. അല്ലെങ്കിൽ അധികാരത്തിലിരുന്ന് സിദ്ധാരാമയ്യ സാമാന്യം ഭേദമായി ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു ഗതികേട് വരണമെങ്കിൽ ഇത് കാണിക്കുന്നത് ഇന്ത്യയിൽ BJPയും നരേന്ദ്രമോദിയും ഉയർത്തുന്ന വെല്ലുവിളി അത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന വെല്ലുവിളി. അതിനെ നേരിടുന്നതിനെ പറ്റിയിട്ട് ഇവിടെയുള്ള മറ്റു പാർട്ടികൾ ഗൗരവതരമായി ചിന്തിക്കണം. ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് ആ ലൈനിൽ നിന്നുകൊണ്ട് ആശയപരമായ പോരാട്ടത്തിന് തയ്യാറാവണം. ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം വ്യക്തമായി കാണിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ആശയപരമായ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. BJPയോട് കോൺഗ്രസ് മത്സരിക്കാൻ ശ്രമിച്ചത് BJPയുടെ അതേ നാണയത്തിലാണ്. സാമുദായിക പ്രീണനം നടത്തി, ജാതി തിരിവുണ്ടാക്കി, അവസാന നിമിഷം ഒരു ആവശ്യവുമില്ലാതെ ലിംഗായത്ത് സമൂഹത്തിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമടക്കം ആ അതേ നാണയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഭൂതത്തെ കുടം തുറന്നു വിടുന്ന സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ എത്തിച്ചത്. ആ ഭൂതം കോൺഗ്രസിനെ കൊന്നു കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതാണ് സംഭവിച്ചത്. അതിന് പകരം ആശയപരമായ വ്യക്തമായ നിലപാടിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിന് തയ്യാറാവണം. ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക നിലയെ തകർക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്തുണ്ടായാൽ ബാക്കി എല്ലാം മറന്ന് അതിനെതിരെ ആശയപരമായി പോരാടണം. അതിനു പകരം BJP ആഗ്രഹിക്കുന്ന അതേ രാഷ്ട്രീയ അജണ്ട കർണാടകത്തിൽ ചർച്ചയ്ക്കിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിന്റെ പരാജയമാണ് കോൺഗ്രസിന് വന്നത്. പക്ഷേ ഇത് BJPയുടെ ഒരു വലിയ വിജയമാണെന്ന് ഞാൻ കാണുന്നില്ല. കാരണം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നതിനേക്കാൾ എന്ത് കൂടുതൽ കിട്ടി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും KJPയും വ്യത്യസ്തമായി നിന്നു. യെദ്യൂരപ്പ വ്യത്യസ്തമായിരുന്നു. യെദ്യൂരപ്പ അന്ന് പിടിച്ച 13% വോട്ട് അന്നുണ്ടായിരുന്ന BJP വോട്ടിനോട് കൂട്ടിച്ചേർത്താൽ വരുന്ന വോട്ട് നിലവാരമാണ് ഇത്തവണയുള്ളത്. അതുകൊണ്ട് BJP വലിയ മുന്നേറ്റം നടത്തിയെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഗ്ലാമർ, പ്രധാനമന്ത്രിയുടെ ഗ്ലാമർ കർണാടകത്തിൽ തെളിയിക്കപ്പെട്ടു എന്നൊന്നും കരുതാനാവില്ല. ഇത് വീണ്ടും കാണിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്ന് ഇതിനെ പരാജയപ്പെടുത്തേണ്ട ആവശ്യകതയിലേക്ക് മാത്രമാണ്. ജനതാദളിനെ സംബന്ധിച്ചോളം ഞങ്ങളോടൊപ്പം നിന്നിരുന്ന വോട്ട് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു കുറേയല്ല. അതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. ശ്രീ പ്രദീപ് പിള്ള, ഈ 6 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആധിപത്യം നേടിയ 6 മേഖലകളിലും വ്യക്തമായ ആധിപത്യം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലുമുണ്ട്. അതുപോലെ പല സമുദായങ്ങൾ, ഈ ലിംഗായ സമുദായങ്ങൾ അടക്കം സ്വാധീനം ചെലുത്തിയ മേഖലകളിലുമൊക്കെ എല്ലാ മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടി BJP നടത്തിയ ഒരു മുന്നേറ്റം. അത് നേരത്തെ ത്രിപുരയിലും ഇത് തന്നെ സംഭവിച്ചു. എല്ലാ മേഖലകളിലും ആധിപത്യം നേടി അവർ അധികാരത്തിൽ വന്നു. ഈ PPP പാർട്ടിയായി കോൺഗ്രസ് മാറും എന്ന മോദിയുടെ ഒരു പരാമർശം പ്രസംഗത്തിൽ അത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ശ്രീ ജോർജ് തോമസ് ചൂണ്ടിക്കാട്ടിയ ഒരു ഘടകം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ തവണത്തെ BJPയുടെ സീറ്റ് ഒന്നും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ 2 അല്ലെങ്കിൽ പോലും വ്യക്തമായ നിലയിൽ സ്വന്തം ശക്തി കഴിഞ്ഞ തവണ യെദ്യൂരപ്പ ഒറ്റയ്ക്ക് നിന്ന് തെളിയിച്ചു. മറുഭാഗത്ത് ശ്രീരാമുലുവിന്റെ പാർട്ടി കുറച്ച് വോട്ട് പിടിച്ചു. ഇത്തവണ ഈ വോട്ടുകളുടെ ഒരു പുനരൈക്യം ഇത് മുന്നിൽ കണ്ട് തന്നെയാണ്. അപ്പോൾ യെദ്യൂരപ്പയ്ക്ക് ഒറ്റയ്ക്ക് നിന്നാലും കുറഞ്ഞതൊരു 7-7.5% വോട്ട് നേടാനുള്ള
കെൽപ്പും അനുയായികളും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് യെദ്യൂരപ്പയെ തിരിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ ഭിന്നിച്ചു പോയ വോട്ടുകൾ ഒന്നിച്ചു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കഴിഞ്ഞ തവണ അടിതെറ്റിയ അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിന് കൈവിട്ടുപോയ മേഖലകളിൽ കൃത്യമായ അടിത്തട്ടിലുള്ള ജോലി BJP RSS കാഡർ ചെയ്തു. മറുഭാഗത്ത് കോൺഗ്രസ് BJPയുടെ ഈ നയങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് സാമുദായിക പ്രീണനത്തിന് തന്നെയാണ് അവസാന നിമിഷം ശ്രമിച്ചത്. അത് പാളിപ്പോയി. ലിംഗായത്ത് വോട്ട് അവർ കിട്ടിയത് വാങ്ങി കയ്യിൽ വെക്കുകയും ചെയ്തു, വോട്ട് BJPക്ക് നൽകുകയും ചെയ്തു. കാര്യങ്ങളിൽ അല്പം വ്യത്യാസം വരുന്നുണ്ട്. BJPയുടെ സീറ്റ് 109ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിനും താഴെയാണ് ഇപ്പോൾ BJPയുടെ സീറ്റ് നില വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ സീറ്റ് നില 71ലേക്ക്, ലീഡ് നില 71ലേക്ക് ഉയർന്നിരിക്കുന്നു. ജനതാദൾ എസിന്റേത് 39 എന്ന കഴിഞ്ഞ തവണ 40 സീറ്റായിരുന്നു അവർക്ക്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോഴും BJP എത്തിയിട്ടില്ല. നേരത്തെ കേവലം 114 വരെ വന്നുവെങ്കിലും ഇപ്പോൾ 109ലേക്ക് കുറഞ്ഞിരിക്കുന്നു. തുടരാം. ജനതാദളിനെയും കുമാരസ്വാമിയെയും എഴുതി തള്ളാൻ സമയമായിട്ടില്ല എന്നൊരു സൂചനയാണോ എന്നറിയില്ല. എന്തായാലും 113 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. ഇപ്പോൾ 2 സീറ്റ് കുറവുള്ളതുകൊണ്ട് 112 സീറ്റ് നേടിയാലും സാങ്കേതികമായി കേവല ഭൂരിപക്ഷമാകും. അപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാം എന്നുള്ള അവകാശവാദം എത്രത്തോളം നിലനിൽക്കും എന്ന് വോട്ടെണ്ണൽ പൂർത്തിയായാലേ നമുക്ക് അറിയാൻ പറ്റൂ. കോൺഗ്രസിന്റെ നഷ്ടം തന്നെയാണ്. 122 നിന്ന് 70-71 എത്തിക്കഴിഞ്ഞാലും കോൺഗ്രസിന്റെ നഷ്ടം കുറച്ച് കാണാനാവില്ല. ഇനി ആകെ കാണാനുള്ളത് ഈ സ്വതന്ത്രരോ അല്ലെങ്കിൽ HD കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ എസിനും നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കിങ് മേക്കർ റോൾ തിരിച്ചു കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം BJP പ്രസിഡന്റ് അമിത്ഷാ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മനസ്സിലിരിപ്പ് അപ്പോൾ പറയും എന്ന് കരുതാം. അപ്പോഴേക്ക് ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും എന്നും കരുതാം. ലീഡ് നില മാറി മറിയുന്നുണ്ട്. വലിയ വ്യത്യാസം കാണിക്കുന്നില്ലെങ്കിൽ പോലും 100-ന് മുകളിൽ BJPയും 70-നോടടുത്ത് കോൺഗ്രസും നിൽക്കുന്ന 71 കോൺഗ്രസ് 71, 109 എന്ന നിലയിലെ കാര്യങ്ങൾ. ജനതാദൾ 39-ലും നിൽക്കുന്നു. അതെ, മറ്റുള്ളവർ 3-ഉം. ഈ ശ്രീ വർഗീസ് ജോർജിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ശ്രീ വർഗീസ് ജോർജ്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 2019 തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് ഒരു ബദൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഈ ഇവിടുത്തെ പോരാട്ടമൊക്കെ വിജയിച്ചിരുന്നുവെങ്കിൽ ഈ കർണാടകയിലെ ഒരു പരാജയം അത്തരത്തിൽ ഒരു BJP ബദലിന് ഏറ്റ തിരിച്ചടിയായി തന്നെ വിലയിരുത്തരുതോ? അങ്ങനെ കാണരുത്. കാരണം എന്നാണെന്നറിയാം, കർണാടകത്തിൽ 1985-ന് ശേഷം ഒരു ഗവൺമെൻറ് തിരിച്ചു വന്നിട്ടില്ല. കേരളത്തിലെ പോലെ തന്നെ അവർ മാറി മാറിയാണ് അവർ വോട്ട് ചെയ്യുന്നത്. 2013 അവർ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു. 2014 പക്ഷേ പാർലമെൻറ്റിൽ 28-ൽ 17 സീറ്റിൽ അവർ BJPയെ വിജയിപ്പിച്ചു. 2016 ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കൊടുത്തു. BJPയേക്കാൾ 2 മില്യൺ 20 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്. ഇപ്പോൾ നടന്ന അസംബ്ലി ഇലക്ഷനിൽ BJPയെ വിജയിപ്പിച്ചു. അതുകൊണ്ട് കർണാടകത്തിലെ ജനങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്ന അവർ സ്ഥിരമായിട്ട് ആർക്കും വോട്ട് ചെയ്യത്തില്ല. കർണാടകത്തിൽ അവർ മാറി മാറിയാണ്, കേരളത്തിലെ പോലെയാണ് അവർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കർണാടകത്തിലെ ഈ തിരിച്ചടി വലിയൊരു ഷോക്കായി, ആഘാതമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. രണ്ടാമത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശവും ശരിയല്ല. രാഹുൽ ഗാന്ധി ഒരു ഇലക്ഷൻ വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വളരെ മെച്ചമാണെന്ന് ഇവിടെ പറയുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി തോറ്റപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാജയമാണെന്ന് പറഞ്ഞത് ശരിയല്ല. ഗുജറാത്തിൽ BJPക്ക് 9 വോട്ട് മാത്രമാണ് കൂടുതൽ കിട്ടിയെന്ന് ഓർക്കണം. അത് രാജീവ് ഗാന്ധിയുടെ ക്യാമ്പയിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിരുന്നു. അതുകൊണ്ട് ഗുജറാത്ത് ഇലക്ഷനിൽ സമയത്താണ് രാഹുൽ ഗാന്ധി ലൈം ലൈറ്റിലോട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് രാഹുൽ ഗാന്ധി പരാജയമാണെന്ന് പറയാൻ സാധിക്കത്തില്ല. 20% വോട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ നമ്മൾ ഒരു കാലത്തും നമ്മൾ എഴുതി തള്ളുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഒരു ജഡ്ജ്മെൻറ്റിന് ശരിയായ കാര്യമല്ല. ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുമാണ് ഒരു പുതിയ ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 ഓൾട്ടർനേറ്റീവ് ഇല്ലായിരുന്നു. ഇത്തവണ തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ വർഷം നടക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മിസോറാം ഇലക്ഷനിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ശ്രീ വർഗീസ് ജോർജ്, ഏതായാലും കർണാടകയിൽ BJP അധികാരത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് 3 സീറ്റുകൾ മാത്രം കുറവാണ് ലീഡ് നില BJPക്ക്. നേരത്തെ 114 സീറ്റുകൾ വരെ വന്നിരുന്നു. ഇപ്പോൾ 110. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPക്ക് ലീഡ് 110 സീറ്റിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു.
അത് ഈ ഇത്തരത്തിൽ കുമാരസ്വാമിയുടെ ജനതാദൾ എസ് ഒക്കെ കിങ് മേക്കർ ആകുമോ എന്ന കാര്യമൊക്കെ ഇനിയും വരും മണിക്കൂറുകൾ പറയും. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം കൂടുതൽ അതിഥികളുമായി.